നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു വെള്ളരിക്ക മോരുകറിയുടേതാണ് കേട്ടോ. വിഷുവിന് കണിയൊക്കെ വെച്ച വെള്ളരി ബാക്കിയുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ വെള്ളരിക്ക മോരുകറി ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ വേണം. ഇത് ഞാൻ കണി വെച്ചിട്ടുള്ള കണിവെള്ളരിയാണ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ പെട്ടെന്നൊരു മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണേ. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഞാനൊരു പാത്രത്തിലിട്ട് വേവിച്ചെടുക്കാൻ കേട്ടോ. ആദ്യം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് വേവിക്കാൻ വെക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. എന്നിട്ട് നമ്മളൊരു മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ. ചെറുതീയിലാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കണം. ഞാനൊരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് നമുക്ക് അരപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളി എടുത്ത് അരച്ചാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. വെല്ലുള്ളി ചേർക്കരുത്. ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 2 വെളുത്തുള്ളി അല്ലി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളക് ഒരു 5 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചുവന്ന മുളക് ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അരച്ചെടുത്ത് വയ്ക്കണം. അപ്പോഴത്തേക്കും നമ്മളുടെ വെള്ളരിക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു കറിയാണിത്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നന്നായിട്ട് നമ്മുടെ വെള്ളരി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നു. ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് മോരും കൂടി ചേർക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളുടെ മോരുകറി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. പിന്നെ ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മോര് ചേർത്ത് കൊടുക്കണം. ഞാൻ കുറച്ച് തൈരെടുത്ത് മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ. ഒരു കപ്പ് മോരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 180-200 മില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് പുളി അധികം വേണമെങ്കിൽ അധികം ചേർത്ത് കൊടുക്കാം. പിന്നീട് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ തൈര് ചേർത്തിട്ട് അധികം തിളപ്പിക്കരുത്. ഒന്ന് ചെറു ചൂടാവുമ്പോൾ തന്നെ നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നീട് നമ്മളൊരു പാൻ വയ്ക്കുന്നു. നമുക്ക് വറവിടണം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നു. രണ്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ചുവന്ന മുളക് വറവിനിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ചേർക്കുക. എന്നിട്ട് നമ്മൾ റെഡിയായി വെച്ചിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. നമ്മുടെ അടിപൊളിയായിട്ടുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്